അയോധ്യ രാമക്ഷേത്ര ഫണ്ട് തിരിമറിയിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. കാണാതായ ഫണ്ടുകൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ അന്വേഷിക്കണമെന്നാണ് ആവശ്യം. അഭിഭാഷകരായ അജയ് കുമാർ റായ്, ദിനേശ് കുമാർ യാദവ് എന്നിവരാണ് ഹർജി നൽകിയത്. സിബിഐയുടെ കീഴിൽ SIT രൂപീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷബ്ന ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, വലിയ കൊള്ളയാണല്ലോ അവിടെ നടന്നിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ, നഷ്ടപ്പെട്ടതിന്റെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലായിരിക്കുന്നത്. മാത്രവുമല്ല, വേലി തന്നെ വിളവ് തിന്നുന്നു എന്നതുപോലെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് സംരക്ഷിക്കാൻ ചുമതലയുണ്ടായവർ തന്നെ ഇതിൽ ഒരു ക്രമക്കേട് നടത്തുകയും ഇത്തരം പണം അപഹരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ ഹർജിയിലുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. ഷാമിലി, അലഹബാദ് ഹൈക്കോടതി ഇന്നലെ ഈ വിഷയം സമാനമായൊരു ഹർജി അലഹബാദ് ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തിയപ്പോൾ ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചെങ്കിലും അതിൽ വിസമ്മതം അറിയിക്കുകയായിരുന്നു ചെയ്തത്. കാരണം SIT ഈ കേസിൽ അന്വേഷണം നടത്തുകയാണ്. മുഖ്യമന്ത്രിക്ക് SIT റിപ്പോർട്ട് ഉടൻ കൈമാറും. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി വിഷയം പരിഗണിക്കേണ്ട എന്ന് ഹൈക്കോടതി തീരുമാനിച്ചിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ 2 അഭിഭാഷകരാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് ഹർജി നൽകിയിട്ടുള്ളത്. ഈ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം SIT അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയോ ആരാണ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടെത്തുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ SITയുടെ റിപ്പോർട്ടിൽ ഒരു നിയമസാധുതയില്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ ഇതിൽ അന്വേഷണം വേണം എന്നാണ്. കാരണം അനധികൃതമായി ഫണ്ട് കൈപ്പറ്റുകയോ അതോടൊപ്പം തന്നെ ഈ ഭക്തർ നൽകിയിട്ടുള്ള സ്വർണം, പണം അടക്കമുള്ള അത് എങ്ങനെ വിനിയോഗിച്ചു, അതിൽ സാമ്പത്തിക സ്രോതസ് എന്തായിരുന്നു, ഇതിൻ്റെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ കൃത്യതയില്ല. ഈ ഒരു സാഹചര്യത്തിൽ കോടതി തന്നെ മേൽനോട്ടം വഹിക്കണം ഈ അന്വേഷണത്തിന്. SITയുടെ അന്വേഷണം എന്ന് പറഞ്ഞ് അതിനെ ലാഘവത്തോടെ എടുക്കരുത്. SIT അന്വേഷണം ഉണ്ട് എന്ന പേരിൽ അത് സംസ്ഥാന സർക്കാർ നിയോഗിച്ച SIT ആണ്. CBIയുടെ കീഴിൽ പ്രത്യേകമായ ഒരു SITയെ നിയമിക്കണം എന്നാണ് ഇപ്പോൾ ഈ പുതിയ ഹർജിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അഭിഭാഷകൻ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയിരുന്നു. കൂടാതെ ഇന്നിപ്പോൾ ഈ ട്രസ്റ്റ് പിരിച്ചുവിടണം എന്നൊരാവശ്യം പ്രധാനമന്ത്രിക്ക് കത്തെഴുതി അത്തരത്തിലൊരു ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വലിയ ഗൂഢാലോചന, ആ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. SITയുടെ അന്വേഷണത്തിൽ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിക്ക് കൈമാറണം എന്നൊരാവശ്യവും ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ശരി ഷബ്ന.